ഹലോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡയറി ലൈഫാണ്. വേറൊരു ഡയറി ലൈഫ് അല്ല, ഞാൻ ഫുള്ളും കുക്ക് ചെയ്യുന്നത് നമ്മളെ അടുപ്പത്ത് വെച്ചാണ്. കാരണം ഒന്നുണ്ട്, ഇന്നലെ രാത്രി ഗ്യാസ് തീർന്നു. അപ്പോൾ എന്തായാലും അടുപ്പത്തല്ല വേണ്ട കുക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു ഡയറി ലൈഫായിട്ട് നമുക്ക് എടുക്കാമല്ലോ എന്ന്. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കുന്ന മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുന്നല്ലേ ഞാൻ ഇന്ന് വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എന്നാൽ വീഡിയോയ്ക്ക് പോവാം. അതാ മഴ നല്ല പെയ്യുന്നുണ്ട് കേട്ടോ. മഴയോട് മഴ തന്നെ, നല്ല മഴയാണ്. സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ 7:30 ആകുമ്പോൾ നീച്ചത്. അപ്പോൾ മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ തന്നെയാണ്. പിന്നെ ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഇതിവിടെയൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ റവ ഒന്ന് വറുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോഴത്തെ റവ അടുപ്പത്തുള്ള സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി മരി വെല്ലുള്ളിയൊക്കെ തോല് പൊളിച്ചിട്ടൊക്കെ നന്നാക്കി വെക്കുക. അപ്പോൾ ഞാൻ അത് സ്പീഡായിട്ട് കാണിക്കുക കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുള്ളൂ. ഇവിടെ ശ്രീകുട്ടിയും മരിസുദേട്ടനും അങ്ങനെ ഇഷ്ടമല്ല. ഇഞ്ചി കടിച്ചാൽ എല്ലാവർക്കും ഒരു ഇതല്ലേ. നമ്മൾ പിന്നെ ചിക്കനിലൊക്കെ ചതച്ചിടുമ്പോൾ വല്ലാണ്ട് അറിയില്ല എന്നുള്ളൂ. അപ്പം ഞാൻ നമ്മളതൊക്കെ തോലൊക്കെ പൊളിച്ച് കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിയട്ടയ്ക്ക് ഇങ്ങനെ അരിയാൻ അത്ര എക്സ്പെർട്ടില്ല. എന്നാലും ഞാൻ കുറച്ചൊക്കെ ചെയ്യുമെന്നല്ലാതെ വല്ലാണ്ടിക്ക് ഇതില്ല. എന്ന് വെച്ചാൽ കൂടുതലും കൈ മുറിഞ്ഞ് പോകലുണ്ട്. പിന്നെ ഇതാ കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മൾ പച്ചമുളകല്ല ചുവന്ന മുളകട്ടോ കിട്ടിയത്. അങ്ങനെ നമ്മളെ റവയൊക്കെ വറുത്ത് വെച്ചു. അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചാണ്. എന്നിട്ട് ആ ഒരു ചീഞ്ചട്ടി തന്നെയാണ് നമ്മൾ ഉപ്പുമാവിനുള്ള ഇത് എണ്ണയിൽ, അതായത് ഓയിലിൽ നമ്മൾ കടുകും ഉള്ളിയൊക്കെ ഇതാക്കണത് കേട്ടോ. മിക്കവാറും ആൾക്കാർ അങ്ങനെ തന്നെ ചെയ്യട്ടെ, ഞാൻ പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഈ കാലത്ത് ഇപ്പോൾ പിന്നെ റോസ്റ്റഡ് റവയും കിട്ടുമല്ലോ, ഞാൻ അതും ഉപയോഗിക്കലുണ്ട് കേട്ടോ. പിന്നെ ഇത് റോസ്റ്റ് ചെയ്യാത്ത റവയുണ്ട്, നമ്മൾ റോസ്റ്റ് ചെയ്തെന്നുള്ളൂ മാത്രം. അപ്പോൾ ഇതാ ചീഞ്ചട്ടി നമ്മൾ ഓയിൽ ഒഴിച്ചപ്പോൾ എണ്ണ ചൂടായിട്ട് നമ്മൾ പിന്നെ കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ. ചിലർ ഈ കടുകിൻ്റെ കൂടെ ഉഴുന്നും പരിപ്പ് ഇടലുണ്ട്. എൻ്റെ വീട്ടിൽ അമ്മ ചിലപ്പോൾ ഇടലുണ്ട് കേട്ടോ ഉഴുന്നും പരിപ്പ് ഉണ്ടെങ്കിൽ. അപ്പോൾ കില്ലാനായിട്ട് ഞാൻ പിന്നെ ഇട്ടിട്ടില്ല. അപ്പോൾ കടുകൊക്കെ പൊട്ടിയ ശേഷം നമ്മൾ ഉള്ളിയും അമ്മാരി ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റുന്നുണ്ട്. അതൊക്കെ വഴറ്റി വന്ന ശേഷം നമ്മൾ നമ്മൾ ഒന്ന് അടച്ച് വെച്ച് ഒന്നും കൂടി വഴറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ആ ഒരു ഉപ്പുമാവിനുള്ളത് തിളപ്പിക്കാൻ വയ്ക്കും. ഞാൻ പിന്നെ കൂടുതൽ പറയണ്ടല്ലോ, ഉപ്പുമാവൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണമല്ലേ. ഞാൻ വല്ലാണ്ട് വലിച്ചു നീട്ടി പറയണില്ല. അപ്പോൾ നമ്മളതൊക്കെ ഇതാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തള വന്നോട്ടെ. അപ്പോൾ അത് മൂടി വെക്കുന്നുണ്ട്. ഈ അടുപ്പിലുണ്ടാക്കുന്നതുകൊണ്ട് കുറച്ചൊരു ഇതുണ്ട് കേട്ടോ. ചിലപ്പോൾ എങ്ങനെയായാലും ഒരു പുക വന്നാലോ എന്നുള്ളത്. ചിലപ്പോൾ കത്തിക്കുമ്പോൾ ഇങ്ങോട്ട് പുക എടുക്കും കേട്ടോ, പുറത്തേക്ക്. ചില സമയത്തുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ തന്നെ നല്ല മഴ കൊണ്ട് നിൽക്കല്ല അതിൻ്റെ കുഴലൊക്കെ. അപ്പം നല്ലോണം കത്തിച്ചിട്ട് ചൂട് തട്ടിയിട്ട് വേണ്ട പുകയ്ക്ക് പോകാനുള്ളൊരിതും കൂടി. അപ്പോൾ ഞാൻ ഫസ്റ്റൊക്കെ നല്ലോണം ഇതായിരുന്നു. പിന്നെ നമ്മൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഉപ്പുമാവിൽ തേങ്ങ ഇടും കേട്ടോ. അപ്പം ഞാൻ തേങ്ങ ഒക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഞാൻ കെറ്റിലിൽ ചായ ഉണ്ടാക്കാൻ വിചാരിച്ചു. അതായിരുന്നു ഞാൻ ഫസ്റ്റ് ഉപ്പുമാവ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കല്ല കറണ്ട് പോയത്. പിന്നെ ഞാൻ ആ ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ സുധിയേട്ടനുള്ളത് നമ്മൾ ആ ഒരു കപ്പ് മധുരട്ട് വെച്ചിട്ടോ. ഞാൻ ചിലപ്പോഴൊക്കെ ചായ കുടിക്കാറുള്ളൂ. ഞാൻ മിക്കവാറും ഇപ്പോൾ ചായ കുറേ ഒഴിവാക്കണം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ പാൽ ചായ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ സുധിയേട്ടൻ പല്ലേച്ച് ഇന്ന് പണിയില്ല കേട്ടോ, മഴയുണ്ട്. മുഖമൊന്നും തോർത്തില്ല, വെള്ളം തുറക്കാൻ നിന്നിട്ട് ചായ കുടിക്കുകയാണ്, ഉപ്പുമാവും ചായ. ഇന്ന് നോക്കുന്നേ കണ്ടേ. പിന്നെ ഞാനത് അവിടെ അരിയൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. നമ്മൾ വെള്ളം ഒന്നും കൂടി തളിച്ചിട്ട് വേണം അരി കേക്കിയിട്ട് ഇടാൻ. അങ്ങനെ നമ്മളെ വെള്ളമൊക്കെ തിളയ്ക്കാൻ പാകമായപ്പോൾ ഞാൻ അരി കേൾക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം എടുത്ത് ഒഴിക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്, അല്ലാതെ നമ്മൾ പച്ചവെള്ളത്തിൽ ഡയറക്റ്റായിട്ട് താക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ എങ്ങനെയാണ് കൂടുതൽ ചെയ്യൽ. അപ്പോൾ കുറച്ച് വെള്ളം ആദ്യം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇതാക്കിയിട്ട് പിന്നെ നമ്മൾ പച്ചവെള്ളത്തോണ്ട് നല്ല ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് നമ്മൾ അരി ഇടാറ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണം. എന്നിട്ട് ഞാൻ അരി ഇട്ടോ. ഞങ്ങൾക്കൊക്കെ ഒരു 1.25 അല്ലെങ്കിൽ 2 അത് മതി കേട്ടോ. നമ്മൾ സാധാ 200ൻ്റെ ഗ്ലാസ് ഉണ്ടാവില്ലേ, നമ്മൾ 200 ഗ്ലാസ് നമ്മൾ സാധാ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് എൻ്റെ അടുത്ത് അരസേറില്ല. അപ്പം ഞാൻ പിന്നെ ആ ഗ്ലാസ് അളന്നിട്ട് എടുക്കുക. അപ്പോൾ ആ ഗ്ലാസ്സിന് ഒരു 1.25 അല്ലെങ്കിൽ 2 ഗ്ലാസ് അരി ഞാൻ എടുക്കൽ കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ പാകം. പിന്നെ ഓരോരോ സമയത്ത് ചില അരി എന്ന് വെച്ചാൽ കൂടുതലുണ്ടാവില്ലേ ചോറ് വെച്ചാൽ, അങ്ങനത്തെ ഇത് വരുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ഇതാവുക. ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഈ അരിയൊക്കെ പിന്നെ നമ്മളെ പാകത്തിനനുസരിച്ചിട്ടുള്ളതാണ്.
അപ്പോൾ ഞാൻ നമ്മൾ അരിയൊക്കെ കഴുകി വൃത്തിയാക്കി വയ്ക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അടുപ്പൊന്ന് കത്താൻ തുടങ്ങിയത് ഇപ്പോഴാട്ടോ. ഉപ്പുമാവ് വയ്ക്കുമ്പോൾ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുറേ ഞാൻ ഓലക്കൊടി കൊണ്ട് അപ്പോൾ ഞാൻ കുട്ടി വെള്ളം കേട്ടോ ഒരു പല്ലേക്കാക്കുകയാണ്. അണ്ണൻ പിന്നെ നീച്ചപാടെ വല്യമ്മേൻ്റെ വിട്ടു പോകണം പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി അവിടുന്ന് ചായ അവിടെ നിന്നാൽ മതി. ഓൾ ഡ്രസ്സ് ഇട്ടിട്ടില്ല, അതാണ് ഞാൻ ഓളവിടെ നിർത്തിയതേ. പിന്നെ നമ്മളെ അരിയൊക്കെ തിളച്ച് തുറന്നുള്ളൂ. ഞാനൊരു ചകിരിൻ്റെ കഷ്ണക്കാട് വെച്ചിട്ടുണ്ട്, അപ്പോൾ ഒക്കെ തിളച്ച് തുറന്നുള്ളൂ. സുഖേട്ടൻ പിന്നെ ഗ്യാസ് ഇന്നലെ രാത്രി കഴിഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് നിറയ്ക്കാൻ വേണ്ടി പോയതാണ്. സുഖേട്ടൻ്റെ പുറത്തേന്ന് പണി, ഓട് വെക്കലോ അങ്ങനെ എന്താണ്. മഴ കാരണം ഇപ്പം ശനിയാഴ്ച അല്ലേന്നു, ഇന്നലെ പിന്നെ ഓൾറെഡി ഞായറാഴ്ച ആയതുകൊണ്ട് അപ്പോൾ വരാറ് അപ്പം ഇതിനൊന്ന് അടുപ്പാതെ വന്നണം ഡ്രസ്സിൻ്റെ. അപ്പം ഞാൻ അവർക്ക് പൈസ കൊടുത്തോ. നമ്മൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ അടവിന് വാങ്ങൂലേ, അപ്പോൾ ഞാൻ വിഷുവിന് വാങ്ങിയിരുന്നു. ഞാൻ വിഷുവിൻ്റെ ഡ്രസ്സില്ല വൈറ്റ്, അതും പിന്നെ ശ്രീകുട്ടിയും കണ്ണനൊക്കെ വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയ നമ്മളെ ഇതുണ്ടാവില്ല, ത്രീ ഫോർത്തല്ല, അപ്പോൾ അതിനും പാൻറ്റായിട്ടുള്ള സെറ്റ്, അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങിയിരുന്നു. അപ്പം അവരുടെ എല്ലാ തിങ്കളാഴ്ച വരില്ല, അപ്പം അതിൻ്റെ പൈസ കൊടുക്കാൻ പോകും. ഇങ്ങനെ ചായ വെച്ചിട്ട് നമുക്ക് ബാക്കി നോക്കാം. പിന്നെ നമ്മൾ റേഷൻ അരി അല്ലേ, അപ്പോൾ വേഗം ആവുമല്ലോ. ഒരു തിളച്ചൊരു കുറച്ച് നേരം കൂടി കത്തിയാൽ വേഗം ആവുമല്ലോ. അങ്ങനെ നമ്മൾ വാർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് സുഖം ഈ വാർത്ത് വെക്കണത്. അപ്പോൾ ഞാനങ്ങനെ വാർത്ത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിന്ന് കറിക്കെന്ന് വെച്ചാൽ പീച്ചിങ്ങ ഉണ്ട് എന്നിട്ടൊരു കഷ്ണം ഞാൻ ഒരു ദിവസം ഉപ്പേരി വെച്ചതിൻ്റെ ബാക്കി. അപ്പം ഞാനത് പരിപ്പിട്ടിട്ട് വെക്കാമെന്ന് വെച്ചു. ഇനി ഒരു കഷ്ണമായിട്ട് നമുക്ക് ഉപ്പേരിക്ക് ഉണ്ടാവില്ല, അപ്പം പരിപ്പിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനങ്ങനെ പരിപ്പ് കഴുകി കുക്കറിൽ, ഞാൻ കൂടുതലും പച്ചക്കറികൾ കുക്കറിലോട്ട് വയ്ക്കുക. അപ്പം നമ്മളെ മീൻ കറിക്ക് പരിപ്പും പിന്നെ നമ്മളെ പീച്ചിങ്ങയില്ലേ, പീച്ചിങ്ങ ഞാൻ അന്ന് ഉപ്പേരി വെച്ചപ്പോൾ ഈ ഒരു കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും കറി വെക്കാം. ഉറുമ്പ് ഇപ്പോൾ ചായ കഴിക്കാം. പിന്നെ കുറച്ച് പയറുണ്ട്, അതുണ്ടാക്കാം. സുധിയേട്ടൻ ഗ്യാസൊക്കെ നിറച്ച് വരുമ്പോൾ നമ്മൾ ഇത് വാങ്ങി സൂത ചെറുതാട്ടോ, അപ്പോൾ അത് നമുക്ക് പൊരിക്കും ചെയ്യാം. നന്നാക്കാണ്ട് കേട്ടോ, നന്നാക്കിയതല്ല പിന്നെ സൂതി. പിന്നെ അവിടെ ആളില്ല തോന്നുന്നു മുറിക്കാനുള്ളത്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നാക്കൊക്കെ വേണം. കണ്ട പുറത്ത് നല്ല മഴ കേട്ടോ. ഇവിടെ ആണെങ്കിൽ കറണ്ടും പോയി, എൻ്റെ ഫോണിൽ ചാർജും ഇല്ല. പിന്നെ നമ്മളിത് തേങ്ങയൊക്കെ പൊട്ടിച്ച്, തേങ്ങയും കുറവ് ഇവിടെ, തേങ്ങയൊക്കെ പൊട്ടിച്ച് നമ്മൾ തേങ്ങയൊക്കെ ഇതാക്കി വെച്ചിന്. അതിലേക്ക് ഉള്ളിയും ജീരകമൊക്കെ ആക്കി വെച്ചിന്. ഇത് മഴ മാറിയിട്ട് വേണം നമുക്ക് അമ്മിമ്മ പോയിട്ട് അരയ്ക്കാൻ കേട്ടോ. അവിടെ നമ്മളെ വീട്ടിലത്തെ അവിടുത്തെ അമ്മിമ്മ പോയിട്ട് അരയ്ക്കാൻ. ഉണ്ടോ ഇവിടെ ആകെ വെള്ളം വീണിട്ട് ആകെതായിരുന്നു. അതിൽക്കൂടെ വെള്ളം നിറഞ്ഞിട്ട് ഇങ്ങനെ ഒഴുകിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വന്നിട്ട് ഇവിടെ ആകെ ചളിയും മണ്ണൊക്കെ കെട്ടി നിൽക്കുന്നു. അമ്മ ഒരു 11 മണി കഴിഞ്ഞാണ് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടി പോയിട്ട് ഇതാ ക്രീം ബന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സുധിയേട്ടൻ ഉണ്ടാകുമ്പോൾ സുധിയേട്ടൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിപ്പിക്കും ചായക്ക്. അപ്പോൾ അത് ക്രീം ബന്ന കേട്ടോ. ഒക്കെ വെന്തപ്പോൾ നമ്മൾ ആ അരിഞ്ഞ് വെച്ച പീച്ചിങ്ങയും തക്കാളിയും പച്ചമുളക് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിച്ചണേ. ഇനി ഇത് നമുക്ക് കുക്കർ അടച്ചിട്ട് നമുക്കൊരു വിസിലും കൂടി വരുത്താം കേട്ടോ. പീടിയൊക്കെ പോയി വന്ന് മിഠായിയൊക്കെ വാങ്ങിയില്ലേ. മഴേൻ്റെ മുന്നേ പോയത്, അത് കുഴപ്പമില്ല. നല്ലൊരു മഴ വരുന്നുണ്ട്. ഇപ്പോൾ ഇതാ നല്ല മഴ വരുന്നുണ്ട്. ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓഫാക്കിയപ്പോൾ ഇപ്പം കാണുള്ളൂ. ഫ്ലാഷ് ലൈറ്റ് ഓണാക്കിയാൽ ഇതാവില്ല. കണ്ട നല്ല മഴ പെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കറിയൊക്കെ കഷ്ണമൊക്കെ വെന്തിട്ടോ. ഞാനിപ്പം ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ഒക്കെ കലക്കി പാരേ. ഞാൻ പിന്നെ ഇതാ തേങ്ങയൊക്കെ അമ്മീമ്മ പോയിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കറണ്ടിങ് എന്നാ വരുമെന്ന് ദൈവത്തിനറിയാം. രാവിലെ പോയതാണ്. ഞാൻ രാവിലത്തെ നമ്മൾ ആ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ പോയതാണ്. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ പോയതാണ്.
അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത ശേഷം നമ്മൾ ആ തേങ്ങ കലക്കി പറഞ്ഞിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അപ്പോഴത്തേക്ക് തേങ്ങ മുട്ട ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ പറയുക ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വറവ് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അത് പിന്നെ അതേ അടുപ്പിൽ തന്നെയാണ് നമ്മൾ വറവിടാൻ ഞാൻ ചീവട്ടിയൊക്കെ കയറ്റിയിട്ട് മുളകൊക്കെ ഒഴിച്ചിട്ട് ചീവട്ടി കയറ്റി കടുക് മാത്രമേ ഉള്ളൂ, കറിവേപ്പിലില്ല. അപ്പോൾ പിന്നെ കടുക് മാത്രമിട്ട് വറവിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ പയറുപ്പേരിയൊക്കെ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിട്ടിട്ട് പയറുപ്പേരി അങ്ങനെ നമ്മളെ ഉപ്പേരിയായി കണ്ടോ. നല്ല ഇരുട്ടുത്തിയിട്ട് മഴ പെയ്യാട്ടോ. പിന്നെ ഇനി നമുക്ക് മീൻ കൂടി വറക്കാണ്ട്. അപ്പോൾ അതും ഞാൻ ദോശച്ചട്ടി അടുപ്പത്ത് വെച്ചാണ്, നമ്മളെ ദോശക്കല്ലില്ലേ, അപ്പോൾ അതിലിട്ട് വറക്കാതെ വിചാരിച്ചിട്ടാണ്. അപ്പം ഇനി നമുക്ക് മീൻ കൂടി വറക്കാം. ദോശച്ചട്ടി ദോശക്കല്ല് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മീൻ വറുക്കലും കൂടി കഴിഞ്ഞാൽ നമ്മളെ അടുക്കളപ്പണി അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ ഈ പാത്രം കഴുകാനൊക്കെ ഉണ്ട്, അതും കൂടി കഴിഞ്ഞ് പണി കഴിഞ്ഞു കേട്ടോ. ഒരു ഭാഗത്തേക്ക് അവിടേക്കാണ് ഇതായി നിൽക്കുന്നത് കല്ല്. നല്ല ചൂടായിക്കോട്ടെ കേട്ടോ. നമ്മൾ ഓയിൽ വെച്ചിട്ട് നല്ല ചൂടാവട്ടെ. അങ്ങനത്തെ പിന്നെ ഓരോ കഷ്ണം മീനുകളായിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ മീൻ കുറേ പൊടിഞ്ഞ് പോയ പോലെ ഉണ്ട് കേട്ടോ. ഒന്നാമത് എന്നത്തെ മീനാണെന്നും കൂടി നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് മീൻ കൂടി പിടിക്കാനില്ല. അപ്പോൾ എന്നത്തെ മീനാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതാണ് തോന്നുന്നത് പൊടിയണത്. വാലിൻ്റെ അവിടെ വല്ലാത്ത പ്രശ്നമില്ല. നമ്മൾ ഈ മീനിൻ്റെ വയറിൻ്റെ ഭാഗമല്ലേ, അവിടെ എത്തുമ്പോൾ മുറിക്കുമ്പോൾ ആകെ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചൊക്കെ അവിടെ വെച്ചിട്ട് ചോറ് ഇതാ, കറി ഇതാ, ഉപ്പേരി ഇതാ. പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകിട്ടോ. പിന്നെ നമ്മളിതാ മീൻ വറുത്തതാകുന്നത് ഇത് കുറേ പൊടിഞ്ഞു കേട്ടോ. എന്നുവെച്ചാൽ മീൻ കേടുന്ന പോലെ ഇങ്ങനെ ചെയ്യൂലേ, നമ്മൾ ഐസിൽ ഇതാക്കിയിട്ട മീനല്ലേ. അപ്പം കുറേ നല്ല നല്ല കഷ്ണങ്ങൾ കിട്ടും. പിന്നെ ഞാൻ നല്ല നല്ല കഷ്ണങ്ങൾ നാളെ കറിക്ക് വേണ്ടി എടുത്ത് വെക്കണം. അപ്പോൾ കുറേ മീൻ പൊടിക്കണം. അപ്പോൾ ഇതാ മാങ്ങ മുറിക്കട്ടോ. നമ്മളെ ഇവിടെ അടുത്ത തൊടിയിൽ വീണതാണ്. കുറേ മഴയായും കാറ്റൊക്കെ ആയുണ്ടേ കുറേ അങ്ങനെ വീഴും. ഞങ്ങൾ ഇതുകൊണ്ട് ജ്യൂസ് അടിച്ചത്. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു മാങ്ങൻ്റെ ഷേക്കിൻ്റെ. പിന്നെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ. മീനതൊന്നും കൂടി ആവാണ്ട്. ക്യാമറയ്ക്ക് പിന്നെ സുധീഷ് സുജാതനാട്ടോ ഇന്ന് നല്ലൊരു മഴ ദിവസമാണ്. നല്ലൊരു മഴ ദിവസം. ഇന്നലെ പിന്നെ അതൊന്നും ഇങ്ങനത്തെ ഒരു ഇതില്ല. നല്ല മഴയാണ്. അപ്പം നമ്മളെ മീനൊക്കെ ആയി. ഇതൊക്കെ നമ്മൾ ചില കഷ്ണങ്ങൾ നല്ലപോലെ കിട്ടിയിട്ടുള്ളൂ, ചിലതൊക്കെ കണ്ട് പൊടിഞ്ഞണം. ചെറിയൊരു എന്താ വാലിൻ്റെ അവിടെ ഒന്നും വല്ലാണ്ട് കുഴപ്പമില്ല. ഈ വയറ് ഭാഗം ഉണ്ടാവില്ല, അവിടെയാണ് വല്ലാണ്ടൊരു ഈ പണിയുണ്ട്. ഇങ്ങനൊക്കെ തിന്നിട്ട് കാലം കുറയട്ടെ. പറയുമ്പോൾ മാമൻ്റെ പോയാൽ എൻ്റെ മാമി ഇങ്ങനെ ചെയ്തു തരും. മാമൻ്റെ ഭാര്യ എന്ന് വെച്ചാൽ മത്തിയൊക്കെ പൊരിച്ചിട്ടുണ്ടെങ്കിൽ ആ ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ കുറച്ച് ചോറിട്ടിട്ട് ഇങ്ങനെ ആക്കി തരും. നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ വെറുതെ ഇതിൻ്റെ മസാല ഇങ്ങനെ എന്തായാലും കിട്ടില്ല, അപ്പോൾ ഏതായാലും ഇതിലാക്കി വയ്ക്കുക. നമ്മളുടെ ചോറൊക്കെ നമ്മൾ ഇതിലാക്കി. പിന്നെ ഞാൻ കുടിക്കാൻ വെള്ളം ചൂടാക്കാൻ വെച്ചു.
ഒക്കെ ഇവിടെ റെഡിയായി വെച്ചു. അപ്പയും മോനും മാങ്ങ തീറ്റ മത്സരവും പിന്നെ ഞാനിതാ ചോറ് തീറ്റ മത്സരമാണ്. ചോറ് തീറ്റ മത്സരമാണ്. എന്താടാ അണ്ണാണോ അല്ലേ? ഇല്ലട്ടോ ഞാനേ കണ്ടുള്ളൂ. അമ്മ കണ്ടില്ലല്ലോ. ഞാനേ കണ്ടുള്ളൂ. ഇതൊക്കെ കാണണ്ടോ? ഇത് കാണിച്ചോത്താലോ. ഇവിടെ പോരുണ്ട്. എൻ്റെ ഫോണിൽ ചാർജില്ല. എന്നിട്ട് വീട്ടിൻ്റെ അടുത്ത് ഇൻവേർട്ടർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് പവർ ബാങ്കിൽ ചാർജൊക്കെ ആക്കി. അപ്പോൾ ചാർജിങ്ങിലാണ് ഫോൺ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് പിന്നെ മക്കളൊക്കെ അവിടെ കേട്ടോ ഉണ്ട് കേട്ടോ. മക്കളൊക്കെ എന്താടി വെറുതെ വിളിക്കുക. ശ്രീകുട്ടിയൊക്കെ അവിടെ തറവാട്ടിലുണ്ട് കേട്ടോ. പിന്നെ മഴ മാറിയിട്ടില്ല. ഇന്നാണെന്നാൽ അങ്ങനെ പെയ്യലുണ്ട്. പക്ഷേ ഒന്ന് കുറച്ചെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടാവലുണ്ടായിരുന്നു. ഇന്ന് ഒരു ഗ്യാപ്പില്ലാതെ ഇങ്ങനെ പെയ്യുന്ന മഴ. കിണറ്റിലാണെങ്കിൽ വെള്ളം നല്ല അത്യാവശ്യം കൂടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ കണ്ണനെ അവിടെ കൊണ്ടാക്കി വരുമ്പോൾ ഞാൻ നോക്കി കേട്ടോ. പിന്നെ ഇപ്പം ഇങ്ങനെ നോക്കാൻ കഴിയൂല. പിന്നെ വണ്ടി അങ്ങോട്ടിട്ട് സുധിയേട്ടൻ്റെ പിന്നെ മഴ കൊണ്ട് ഇങ്ങനെ താവണ്ടല്ലോ, ഉള്ളിലേക്കൊക്കെ വെള്ളം കയറും. അപ്പോൾ പിന്നെ അവിടെ ഷീറ്റ് കൊണ്ട് ഷീറ്റിൻ്റെ ഉള്ളിലേക്കിട്ടു. ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ തുടച്ചെടുക്കുക കേട്ടോ വൈപ്പറുണ്ട്. ഇവിടെ ആകെ വെള്ളം ഇതായി. ഇവിടെ സിറ്റ് ഔട്ടിൻ്റെ വഴിയും ഇവിടെയൊക്കെ വെള്ളമായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വൈപ്പർ എടുത്തിട്ട് തുടച്ച് നേരൊക്കെയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. ഞാനും സുധിയേട്ടൻ മാത്രമേ ഉള്ളൂ. പിള്ളേർ അവിടെ തറവാട്ടിലാണ്. പല ഫുഡ് കഴിച്ചിട്ടുണ്ടാവും. നമ്മളെ കറി, മീൻ പൊരിച്ചത്, ഉപ്പേരി, വെള്ളം, എനിക്കുള്ള ചോറ് അവിടെ. അപ്പോൾ ഈ ഞങ്ങൾ ചോറ് തട്ടോ. ഇപ്പോൾ വന്നിട്ടുള്ളൂ. നല്ലൊരു മഴ പെയ്യാണ്. കുറേ അങ്ങോട്ട് കുറഞ്ഞ് മഴൻ്റെ സ്പീഡ്. നല്ല തണുപ്പുണ്ട് ആ മഴ ചെയ്തപ്പോഴേ. ഇനി അങ്ങനെ ഞങ്ങളെന്താ ഫുഡ് കഴിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇതാ നമ്മളൊരു ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങി നീച്ച് അപ്പോഴത്തേക്കും ഞങ്ങൾ ചോറുന്നുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കറണ്ട് വന്നിട്ടു. എൻ്റെ മുടിയൊക്കെ കണ്ടു എന്താ പോലെ. അപ്പോൾ എൻ്റെ സുധിയേട്ടൻ ഒരു ചെറിയൊരു പണിയിലാണ്. സുധിയേട്ടൻ്റെ വർക്കിംഗ് എന്ന് വെച്ചാൽ പണിയെടുക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല. നമ്മുടെ വെൽഡിങ് മെഷീൻ, കട്ടർ, ഗ്രൈൻഡർ അതൊക്കെ വയ്ക്കുമ്പോൾ ആകെ കാണിച്ചു തരാം. ഇവിടെ ഉണ്ടോ, ഇവിടെ ആകെ ഇരപ്പായിട്ട് കിടക്കണം. അപ്പോൾ ഇവിടെ ഒരു ബോക്സ് വെച്ചിട്ട് ആ ബോക്സിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് എന്നാൽ നല്ല നീറ്റായിട്ട് കിടക്കില്ല. ഇവിടെ ഫുള്ളും സുരേണ്ട സാധനങ്ങളായിട്ടുണ്ട് നിറഞ്ഞിരിക്കുക കേട്ടോ. അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് സുധിയേട്ടൻ. അവിടെ നിന്നാട്ടോ ചെയ്യണത്. അപ്പോൾ അവിടെ ഉണ്ട്, അവിടെയൊക്കെ വർക്ക് ചെയ്യണതാ. ഒരു ഫ്രെയിം ഉണ്ടാക്കുക കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞാണ്. നമ്മളെ വി ബോർഡ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ വി ബോർഡ് കൊണ്ടുവന്നിങ്ങനെ വെച്ചിട്ട് സ്ക്രൂ ചെയ്യാണ്. അതൊക്കെ നമ്മളെ ഫ്രെയിമൊക്കെ ആവും. നമ്മളിവിടേക്കുള്ള ബോക്സൊക്കെ വെച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കുട ഇതാക്കി വെച്ചാണ്. ഇതാ ബോക്സ് ഇങ്ങനെ വെച്ച് ആ ബോക്സ് തുറന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ മഴ ചെയ്തപ്പം കുട ഇങ്ങോട്ട് വെച്ച ബോക്സിൻ്റെ അമ്മീ നല്ല കാണാണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വെൽഡിങ് സെറ്റും അങ്ങനത്തെ മെഷീനുകളും പിന്നെ ഇവിടെ വേറെ സാധനങ്ങളും ഓരോരോ സാധനങ്ങളൊക്കെ ആയിട്ട് വെച്ചു. ഓക്കെ. അച്ഛാ ഈ കുടമൊക്കെ വരയ്ക്കട്ടെ. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെറിയ ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ അത് വൈകുന്നേരത്തെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. നമുക്ക് വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ കൂടെ കാണാം. അതായത് ഈവനിങ് വ്ളോഗ് ശ്രീകുട്ടി കണ്ടിട്ട്. പിന്നെ എൻ്റെ വൈകുന്നേരത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇരിക്കുക കേട്ടോ. അപ്പോൾ മേലകളൊക്കെ കഴിഞ്ഞ് ഇനി വിളക്ക് കത്തിക്കാണ്ട് പിന്നെ നമ്മൾ വൈകുന്നേരത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ. വേറെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.